ഹായ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ പേരാണ് സ്മോൾ ഫാമിലി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക. അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് ഈദ് മുബാറക്ക് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഈദ് മുബാറക്ക് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നി ഞങ്ങളും കൂടി ഇന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. കുട്ടികളും എല്ലാവരും പണിയൊക്കെ ഇന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിൽ വെച്ചിട്ട് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ ആഘോഷത്തോടു കൂടിയിട്ട് സന്തോഷമായിട്ട് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. പിന്നെ ചെറിയൊരു ഒപ്പനയും മൈലാഞ്ചിടലും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ കമൻസ് അറിയിക്കണേ കേട്ടോ. ഒരു കൈ മൈലാഞ്ചി കല്യാണം ഇതാ ഒന്ന്, ബാക്കി അതാ അവിടെ. ഇതാ ഞങ്ങൾ ബലിപ്പെരുന്നാള് ആഘോഷിക്കുകയാണ് കേട്ടോ. ഇതാ അനിയത്തിമാരൊക്കെയാണേ. ഇതാ നിങ്ങൾ ആഘോഷിപ്പേ. അതാ ഇത് ചെറിയ അനിയത്തി, ഇത് വേറെ ചെറിയ അനിയത്തി, എന്താ വേറെ മോളി സമ്മന്തിക്കുള്ളത് തേങ്ങ ചരുകയാണേ. ഇതാ ഇനി ഞങ്ങൾക്ക് ചള്ളാസ് ഉണ്ടാക്കണം. അതിന് ഉള്ളി ഇതാ പൊളിച്ചിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളൊക്കെ പുറത്തു പോയതാണ്, അവരൊക്കെ വരണം. പഠിച്ചു പോയവരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ വരണം. ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അവരെങ്ങനെ ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ വിളമ്പാൻ തുടങ്ങും. ഇതാട്ടോ നേരത്തെ കാണാത്ത രണ്ടാൾക്കാരാണ്. ഇതിൻ്റെ മരുമോള് ഒന്നും നോക്കാതിരെ. അവള് വലിയ പണിയാന്ന് വിചാരം. ഇതാണ് ഇതാ കഥാപാത്രം അനിയൻ കേട്ടോ. ഞങ്ങളെ തറവാട്ടിലെ ജഗതി ആണിത്. അവന്റെ ഭാര്യയാണിത് കേട്ടോ. ഇതാ ബിരിയാണി സെറ്റായേ. ഇതൊക്കെ വളരെ രുചികരമായ ബിരിയാണിയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. വരൂ തറവാട്ടെ കാണുന്നവരാട്ടത്. വരൂ വരൂ വരൂ. നമ്മളങ്ങനെ കല്യാണ പോരയിലൊക്കെ പോയി നിൽക്കൂലേ നമ്മള്, ഒരാൾ തിന്ന് കഴിയാൻ കാത്തിട്ട് ബേക്കിൽ ഇങ്ങനെ, അതുപോലെ ഇങ്ങനെ കാത്തിക്കാട്ടോ. നമ്മുടെ മൂത്ത ചേച്ചിയാണ്. ഇങ്ങനത്തെ കുറേ ചോദിച്ചാളൂ. ജസ്റ്റ് അതാ കർമ്മ അവിടെ പോണ ഇവിടുത്തെ ആൺതരികൾ മൂന്നെണ്ണുള്ളുന്നാലും നമ്മുടെ സ്വന്തം ലയ വെപ്പുകാരി ജാനു. ട്രെയിനിൽ കയറി കണ്ണൂരെത്തിയിരിക്കുന്നു. ഞാൻ പാട്ടെടുത്തോ അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക. ഓക്കെ.